അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നാം എല്ലാവരും കൊതിക്കുന്ന ഒരു വിഷയമാണ് മരണപ്പെടുന്ന സമയത്ത് ഒരു നല്ല ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം കിട്ടി മരിക്കുക എന്നുള്ളത്. പക്ഷേ അതത്ര എളുപ്പമുള്ള വിഷയമല്ല. കാരണം അതൊക്കെയും അധികാരം റബ്ബിൻ്റെ കയ്യിലാണ്. ഏത് സമയത്ത് എങ്ങനെ ഏത് സ്ഥിതിയിൽ നാം മരണപ്പെടും എന്നുള്ള തീരുമാനം അല്ലാഹുവിൻ്റേതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവൻ നല്ല മരണം നൽകും. അതേ സമയത്ത് ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങളുടെ കാരണത്താൽ, ജീവിതത്തിലെ ചില കുറ്റങ്ങളുടെ കാരണത്താൽ മരണപ്പെടുന്ന സമയത്ത് ചീത്തയായി സൂൽ ഖാത്തിമത്തായി മരണപ്പെടേണ്ടി വരും. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ചീത്ത മരണം കിട്ടാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അതിലെ ഒരു 4 കാരണങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഒന്നാമത്തത് തഹാവുനു ബിസ്വലാത്ത്, നിസ്കാരത്തിനെ കുറിച്ച് ഒരു നിസ്സാരത, അതിലൊരു ഗൗരവമില്ല. നിസ്കരിക്കുന്നു, പക്ഷേ ഒരു ഗൗരവം അതിലില്ല. ഖളാ ആയാൽ ഖളാ ആവട്ടെ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഷർത്തോ ഫർദോ, ഉളൂവിൻ്റെ ഷർത്തോ ഫർദോ, അതൊന്നും ഗൗരവമില്ല. ഒരു കാട്ടിക്കൂട്ടൽ, ഒരു നിസ്കാരം ഉണ്ട് എന്നല്ലാതെ ഒരു ഗൗരവം അതിലില്ല. ഒരു നിസ്സാരതയാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം സമയമുണ്ടെങ്കിൽ ഒരു നിസ്കാരം എന്ന രീതിയിൽ ആകുമ്പോൾ അവൻ്റെ മരണം ചീത്തയായി പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നാം നിസ്കരിക്കുന്നവരായിരിക്കാം, പക്ഷേ നിസ്കാരത്തിനെക്കുറിച്ച് ഗൗരവമുണ്ടോ, അതിനെക്കുറിച്ച് നല്ല പരിഗണന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. രണ്ടാമതായി മഹാന്മാർ പറയുന്നു വശുറൂബുൽ ഖംർ, കള്ളുകുടിയാണ്. അതേ, കള്ളുകുടിയന്മാർക്ക് അവസാനം ചീത്തയായിട്ടുള്ള മരണമായിരിക്കുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. മൂന്നാമതായി മഹാന്മാർ പറയുന്നു സൂഇൽ ഖാത്തിമത്തിനേക്കുള്ള കാരണം ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഇടങ്ങീറാക്കൽ വല്ലാത്തൊരു അവസ്ഥയാണ്. വല്ലാത്തൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മാതാപിതാക്കളെ ഒരു നിലക്കും നാം അവരെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. അതേ, അവരുടെ ആവശ്യം ഉള്ള കാലത്ത് എത്രയോ നാം അവരെ അനുഭവിച്ചതാണ്, അവരെ നാം ഉപയോഗിച്ചതാണ്. എല്ലാവിധത്തിൽ നമുക്ക് വേണ്ടി അവർ ജീവിച്ചവരാണ്. ഇപ്പോൾ അവർക്ക് വയസ്സായിട്ടുണ്ട്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ ആവശ്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെന്തോ ഒരു ബാധ്യത പോലെ, അവർ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വെറുപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അതേ, നമ്മളും വയസ്സാകാനുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകണം. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിൽ തന്നെ നമ്മളെ മക്കളെ കൊണ്ട് അല്ലാഹു നമുക്ക് അത് പാഠം പഠിപ്പിക്കും. ഉറപ്പാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏറ്റവും വലിയൊരു ശിക്ഷയാണ് സൂൽ ഖാത്തിമത്ത്. അതേ, ചീത്ത മരണമാണ് അത്തരക്കാർക്കുള്ളത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നാലാമതായി മഹാന്മാർ പറയുന്നു അതൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ ഇടങ്ങീറാക്കല്. അതേ, മുസ്ലിമീങ്ങൾക്ക് ഇടങ്ങീറാക്കല് വല്ലാത്തൊരു വിഷയമാണ്. അതേ, പലപ്പോഴും നമ്മളെ കൊണ്ട്, നമ്മുടെ നാക്കുകൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ ചിന്ത കൊണ്ടോ, നമ്മുടെ നോട്ടം കൊണ്ടോ, അല്ല പല രീതിയിൽ ഏതൊരു മുസ്ലിമിനെയും നാം ഇടങ്ങീരാക്കരുത്. നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് നാം ചിന്തിക്കണം. അത് വല്ലാത്തൊരു ചിന്തയാണ്. എന്നെക്കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടാകരുത്, എന്നെക്കൊണ്ട് ഒരാൾക്ക് ശല്യമാകരുത്. ഒരാളും എന്നെക്കുറിച്ച് അവനെക്കൊണ്ട് ഞാനൊരു ബുദ്ധിമുട്ടായിപ്പോയല്ലോ, അവൻ്റെ ശല്യം ഞാൻ എങ്ങനെ സഹിക്കുക എന്ന് നമ്മളെക്കുറിച്ച് ആരും ചിന്തിച്ചു പോകരുത്. അത് കേവലം മറ്റുള്ളവരല്ല,
നമ്മുടെ ഭാര്യമാരും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. നമ്മളെ മക്കളും അതേ ഇങ്ങനൊരു ബാപ്പയായിപ്പോയല്ല എനിക്ക് എന്ന് നമ്മളെ മക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു പോകരുത്. അങ്ങനെ ആരും ഒരു അയൽവാസിയും നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു പോകരുത്. അത് വലിയൊരു അപകടമാണ്. അതേ അത്തരക്കാർക്ക് സൂൽ ഖാത്തിമത്താണ്, അതേ ചീത്ത മരണമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. മരണം ചീത്തയായാൽ പിന്നീടെല്ലാം ചീത്തയാണ്, പിന്നീടെല്ലാം പരാജയമാണ്. മരണപ്പെടുന്ന സമയത്ത് നല്ല ഈമാനോടും കൂടെ, നല്ല യഖീനോടും കൂടെ, നല്ല സന്തോഷത്തോടും കൂടെ, നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് എല്ലാവരും നമ്മുടെ മരണം കണ്ട് കൊതിക്കണം. മരിക്കണമെങ്കിൽ ഇങ്ങനെ മറിച്ച് കിട്ടണമെന്ന് നമ്മളുടെ മരണം കാണുമ്പോൾ എല്ലാവരും കൊതിക്കണം. ആ രീതിയിലുള്ള മരണം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നാം പണിയെടുക്കേണ്ടതുണ്ട്, കുറച്ചൊക്കെ നാം അധ്വാനിക്കേണ്ടതുണ്ട്, കുറച്ചൊക്കെ നാം അല്ലാഹുവിലേക്ക് നാം തിരിയേണ്ടതുണ്ടോ, എന്നാലേ അത് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആ നല്ല ഭാഗ്യം തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.